ഭ ഭ ഭ ഭയഭക്തി ബഹുമാനം. സോ അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. സോ പോകാം വീഡിയോയിലോട്ട്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് നിസു ഫ്രം നിസു ക്രോണിക്കൽസ്. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ. താങ്ക് യു. അപ്പം ഇന്ന് വിശേഷിച്ച് നമ്മുടെ ഭ ഭ ഭ ഭയഭക്തി ബഹുമാനം അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. സോ എല്ലാരും പടമൊക്കെ കണ്ടു കാണും എന്ന് വിചാരിച്ചിരിക്കുന്നു. കാണാത്തവരെ തിയേറ്ററിൽ പോയി കാണണം. അങ്ങനെ ഞാൻ ഒത്തിരി നാളുകൊണ്ട് കാത്തിരുന്ന പടം ഇന്നലെ ആയിരുന്നു റിലീസ്, 18th ഡിസംബർ. ഇന്ന് 19th. ഇന്നലെ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി എനിക്ക് വ്ലോഗ് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു, ഒത്തിരി ക്ഷീണമായിരുന്നു. സോ ഞാൻ കരുതി രാവിലെ തന്നെ നമുക്കിതിന്റെ റിവ്യൂ ഇടാം. കുറെ റിവ്യൂസ് നിങ്ങൾ കേട്ട് കാണും. ദിസ് ഇസ് മൈ പേഴ്സണൽ റിവ്യൂ. സോ ആരും ഇതിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇടുന്ന എന്റെ വീഡിയോ ആണ്. ആക്ച്വലി ഇങ്ങനൊരു പടം ഇങ്ങനൊരു പടം ഞാൻ കാണുന്നത് തന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ പടം ആക്ച്വലി കാണുന്നത്. ഇതിന്റെ ടീസർ കാണുന്നതും ട്രെയിലർ കാണുന്നതും ഈ പടം തന്നെ കാണാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ഇവരുടെയൊക്കെ ഒരു എൻട്രി, ദിലീപ്, പിന്നെ ലാലേട്ടൻ. ആക്ച്വലി ടീസറിൽ നമുക്ക് ഇങ്ങനെ ലാലേട്ടന്റെ ഒരു എൻട്രി ഉണ്ടെന്ന് പറയുന്നില്ല, ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ഇതിന്റെ റിവ്യൂ പറയുന്നത് പോലെ തന്നെ ഓക്കെ ഇത് ലാലേട്ടനായിരിക്കാം, അല്ലെ മമ്മൂക്കി ആയിരിക്കാം, അല്ലെ ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ട് എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ ട്രെയിലർ ഇറങ്ങുമ്പോഴാണ് ലാലേട്ടന്റെ ദ മാസ് എൻട്രി, ദി പ്രസൻസ്, മീശവരിക്കൽ, മുട്ടുമുടക്കൽ, ഡാൻസ്, ഇതൊക്കെ നമ്മൾ ട്രെയിലറിലാണ് കണ്ടേക്കുന്നത്. അങ്ങനെ ഇതില് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ഇവർക്കൊക്കെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്. അതിൽ ധ്യാൻ ശ്രീനിവാസന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്. ഐ വിൽ ടേക്ക് ദി മോസ്റ്റ് മിറാക്കുലസ് യൂണിവേഴ്സ്, ദി മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ യു ആർ സെർച്ചിങ് ഫോർ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഇങ്ങനെ മുഖത്തോട് മുഖം നിൽക്കുന്ന അങ്ങനെയൊക്കെ ഒരു രംഗം, ആ ഒരു സ്ക്രീൻ വിഷ്വൽ, ഇതൊക്കെ നമുക്ക് ഒത്തിരി ത്രസിപ്പിക്കും. പിന്നെ അതിൽ ഒരു എൻഡോട് അടുക്കുമ്പം നമ്മൾ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനെ ഫോൺ വിളിച്ച് ചോദിക്കും ലെഫ്റ്റ് ഓർ റൈറ്റ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അവനെ ഞാൻ വിശ്വസിക്കാൻ ഞാൻ പൊട്ടനല്ല, അവനെന്നെ ചതിക്കും, അവൻ ഭയങ്കര ചതിയനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഡയലോഗുകൾ ഉണ്ട്. ഞാനിങ്ങനെ കയറി വരുമ്പോ നീ എന്റെ അച്ഛനും അമ്മയും വിട്ടു ഇന്റർവ്യൂ എടുക്കുവാടാ, അതൊക്കെ പറയുന്ന സമയത്ത് തിയേറ്ററിൽ ഘോരമായിട്ട് എല്ലാരും ചിരിക്കുമായിരുന്നു. ഈ പടത്തിൽ എടുത്തു പറയാണ്ടിരിക്കാൻ വയ്യ ഇതിന്റെ സ്ക്രീൻ പ്ലേ, ഇതിന്റെ വിഷ്വൽസ്, ഗ്രാഫിക്സ്, മ്യൂസിക്കിന്റെ ഒരു എൻട്രി, എല്ലാവരുടെ എൻട്രിയിൽ നല്ല ബാസ്, നല്ല എനർജറ്റിക് പവർഫുൾ മ്യൂസിക്കാണ്. സോ ഷാൻ റഹ്മാൻ, ഗോപി സുന്ദർ, ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മ്യൂസിക്. നല്ല മ്യൂസിക്കുകളാണ് കേട്ടോ എല്ലാം. എല്ലാവരുടെ എൻട്രിയും വളരെ ഭംഗിയായിട്ട് അവരെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം പടം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു എഫേർട്ടാണ്. അതിൽ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മൾ നൂറിൻ ഷെരീഫിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പൊ പറഞ്ഞു ഒരു 7-8 വർഷം കൊണ്ട് അവർ ഇതിന്റെ പുറകെയാണ്. അപ്പൊ ഒന്ന് ആലോചിക്കണം അവരെത്രമാത്രം ആഗ്രഹിച്ച് അവര് ഓരോരോ ദിവസവും ഓരോരോ നിമിഷം ഇതിന് വെച്ചിരിക്കുന്ന സമയങ്ങൾ, അതിന്റെ ആഗ്രഹം അത് എത്രത്തോളം ഉണ്ടെന്ന്. സോ എല്ലാവരും ഇത് പടം പോയി കാണണം. ഒരാളുടെ പേരിൽ മാത്രം ഇത് തിയേറ്ററിൽ പോയി നിങ്ങൾ കാണാണ്ടിരിക്കരുത്. ലാലേട്ടന്റെ എൻട്രി അതെനിക്ക് ഒട്ടും പറയാണ്ടിരിക്കാൻ വയ്യ. വളരെ മനോഹരമായിട്ടാണ് എടുത്തേക്കുന്നത്. ലാലേട്ടന്റെ എൻട്രി വരുമ്പോൾ ഓജി മോഹൻലാൽ എന്നൊക്കെ എഴുതി കാണിക്കുന്നത്, തലമുറകളുടെ നായകൻ അങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നത്. പടത്തിൽ എങ്ങനെ താരരാജാക്കന്മാരുടെ ഫുൾ അഴിഞ്ഞാട്ടം തന്നെ പടത്തിൽ പറയുന്ന പോലെ നോ ലോജിക്, ഫുൾ ഓഫ് മാഡ്നസ്. ബട്ട് ചെറിയ ലോജിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് പടം കാണുന്നവർക്ക് അത് മനസ്സിലാവും. എന്താണ് റീസൺ, എന്താണ് കാര്യം, എന്താണ് ദിലീപ് അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ലാസ്റ്റ് ചെറിയ ഹിന്റുകളായിട്ട് അവർ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണ് കഥയുടെ അവസാനവും. ഡയറക്ടർ ധനഞ്ജയ് ശങ്കർ. സോ പുള്ളിക്കാരൻ നല്ല രീതിയിൽ പടം എടുത്തിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്, എല്ലാവരും സൂപ്പറാണ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനിയും നല്ല നല്ല മൂവികൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കും. സോ വി ജസ്റ്റ് സെലിബ്രേറ്റ് അവർ ലൈഫ്. നമ്മുടെ സന്തോഷം അത് നമുക്ക് മാത്രമുള്ളതാണ്. ഈ പറയുന്ന ഒരാൾ പോലും നമുക്കത് കൊണ്ടുതരത്തില്ല. നമ്മൾ എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ നമുക്ക് സന്തോഷം കിട്ടും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുഡ് അടിക്കാൻ കിട്ടും, അത്രേ ഉള്ളൂ. സോ എല്ലാവരും അവരവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് ജീവിക്കാണ്ടിരിക്കുക. പറയുന്നവർ പറഞ്ഞോട്ടെ, ചെയ്യാത്തവർ ചെയ്യാണ്ടിരുന്നോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പടം പോയി കാണുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും പടം പോയി കാണണം. ജസ്റ്റ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം. സോ ദിസ് ഇസ് സൈനിങ് ഔട്ട്, നിസു ഫ്രം നിസു ക്രോണിക്കൽസ്. ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.